ഹലോ, എനിക്ക് തോന്നുന്നു ഈ ഫാമേഴ്സിനും ഗാർഡൻ ലവേഴ്സിനുമുള്ള ഏറ്റവും വലിയൊരു പോരാളിയായിരിക്കും മഴ. രാവിലെ വന്ന് കതക് തുറക്കുമ്പോൾ നല്ല ശാന്തമായ അന്തരീക്ഷം. താഴോട്ട് നോക്കുമ്പോൾ മഴയത്ത് നനഞ്ഞു കുതിർന്ന് ഞാൻ വരില്ലേ എന്ന് പറഞ്ഞ് കിടക്കുന്ന കൂട്ടമായി കിടക്കുന്ന കുറേ പൂക്കളും ഇലകളും. 4 ദിവസത്തെ മനോഹരമായ ചെന്നൈ യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയ ഞാൻ കണ്ടത് ഇതുപോലെ കിടക്കുന്ന ഒരു ദയനീയമായ മുറ്റമാണ്. മൂടുപോയി. എങ്ങനെ മൂടുപോയിരുന്ന കാര്യമുണ്ടോ? നേരെ ഞാൻ ചൂലുമായി ഇറങ്ങി കഷ്ടപ്പെട്ട് അടിച്ചു വാരി കൂട്ടി വന്നപ്പോഴത്തേക്കിനും എന്റെ നടു ഒരു പരിവമായി. ഞാനൊന്ന് നിവർന്നു നോക്കിയപ്പോ കൂടിപ്പോയ ഒരു 10-15 സെന്റിമീറ്റർ മാത്രമേ ഞാൻ അടിച്ചു വാരിയിട്ടുള്ളൂ. ആ ഒരു അവസ്ഥ, ടെറർ. അങ്ങനെ ദയനീയമായ അവസ്ഥ മനസ്സിലാക്കി പിന്നെയും അടിച്ചു വാരൽ തുറന്ന ഞാൻ ഒരു അര ഭാഗം അടിച്ചു വാരിക്കഴിഞ്ഞപ്പോൾ വരുന്നു കനത്ത മഴയെത്തും അടിച്ചുവാരൽ തുടരാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോ മഴ പിന്നെയും ശക്തമായി. ഞാൻ അമ്മയുടെ വായിന്ന് പ്രത്യേകിച്ചൊന്നും കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഉള്ളിലോട്ട് കയറി. മഴ എന്ന് ശമനം വന്നപ്പോഴത്തേക്കിനും ഞാൻ വേഗം പിന്നെയും ചൂലുമായിട്ട് പുറത്തോട്ടിറങ്ങി. ചൂലുമായി വീണ്ടും പുറത്തിറങ്ങിയ ഞാൻ തളർന്നു പോയി ഗൈസ്. കഷ്ടപ്പെട്ട് നിന്ന് അടിച്ചു വാരിയ മുറ്റം പിന്നെയും അങ്ങനെ തന്നെയായി ഗൈസ്. ഒരവസ്ഥയായി. അങ്ങനെ മഴയൊക്കെ വകയിരുത്താതെ ഞാൻ പിന്നെയും ജൂലെടുത്ത് മൊത്തം മുറ്റം ഒരുപാട് നേരത്തിന് ശേഷം അടിച്ചു വാരി ഗൈസ്. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന കുറേ ചെടികൾ ഞാൻ വെട്ടിക്കളയുകയും ചെയ്തു. കാരണം ഞാൻ പിന്നെയും ഇതേ കാര്യം തന്നെ തുടരണ്ടല്ലോ, ഇത്രയും കഷ്ടപ്പെടണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന കുറേ മരത്തിൻ്റെ, പ്രത്യേകിച്ച് രാജമല്ലിയുടെ കുറേ കമ്പുകളൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു ഗൈസ്. വെട്ടിക്കളയാൻ എന്നെ സഹായിച്ചത് എൻ്റെ അച്ഛനാട്ടോ. അച്ഛൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, സോറി. ഈ വീഡിയോയിലൂടെ ഞാൻ അച്ഛന് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിന് ശേഷം നടുവൊക്കെ നിവർത്തി എല്ലാ വേസ്റ്റും പറക്കി കളഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൻ്റെ അകത്തേക്ക് കയറി നടുവ് നിവർത്തി ഒന്ന് കിടന്നു. ഒരു 10-15 മിനിറ്റിന് ശേഷം എൻ്റെ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി ഉള്ളിലേക്ക് വന്ന് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ഇതാണോ നീ 1/4 മണിക്കൂർ കൊണ്ട് ചെയ്ത് ക്ലീൻ ആക്കിയ മുറ്റം? കഷ്ടം തന്നെ എന്ന്. ആ ചോദ്യത്തിൽ ഞാൻ തളർന്നു പോയി ഗൈസ്. നിങ്ങളുടെ സ്റ്റോറിയും ഷെയർ ചെയ്യൂ. നന്ദി, നമസ്കാരം. എൻ്റെ അമ്മ ഈ വീഡിയോ കണ്ട എന്നെ തല്ലിക്കൊല്ലാതിരുന്ന ഭാഗ്യം. കാരണം ഈ നടന്നതില് ഈ അമ്മയുടെ ആ ഒരു ഭാഗമില്ലേ, അത് ഞാൻ വെറുതെ ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്തതാട്ടോ, ഒന്നും വിചാരിക്കരുത്. അമ്മ ബൈ.